എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. രാജാവായിരുന്നിട്ടും പാവം ഈശോ, മിസ്സിസ് ഓമന വർഗീസ്. പുസ്തക പ്രകാശനം 2007 മാർച്ച് 18 ഞായർ 2:30 PM നെല്ലിക്കുന്ന് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് പാരിഷ് ഹാളിൽ. സുഹൃത്തെ, 2007 മാർച്ച് 18 ബുധനാഴ്ച 2:30 PM നെല്ലിക്കുന്ന് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് പള്ളിയിൽ വെച്ച് മിസ്സിസ് ഓമന വർഗീസിൻ്റെ അങ്കിളിൻ്റെ ബ്രദർ മാണി 43ാം ചരമവാർഷികത്തിൻ്റെ സ്മരണയ്ക്കായി നെല്ലിക്കുന്ന് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഹാളിൽ വെച്ച് മിസ്സിസ് ഓമന വർഗീസിൻ്റെ രചിച്ച 350 പേജുള്ള രാജാവായിരുന്നിട്ടും പാവം ഈശോ എന്ന പുസ്തകം ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS IGP ഡയറക്ടർ കേരള പോലീസ് അക്കാദമി പ്രകാശനം ചെയ്യുന്നതാണ്. പ്രത്യുത മഹനീയ മുഹൂർത്തത്തിലേക്ക് താങ്കളുടെയും കുടുംബത്തിൻ്റെയും വിലയേറിയ സാന്നിധ്യം സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. എൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിൻ്റെ ഇതിന് ഞാൻ ഇറക്കിയ ഇതാണ് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടുള്ള ലെറ്റർ. പുസ്തകത്തിൻ്റെ വില 100 രൂപയാണ്. ഈ സേവനം പാവപ്പെട്ട കുട്ടികളുടെ പഠിപ്പിനും പുസ്തകത്തിനും മറ്റു കാരുണ്യ പ്രവർത്തനങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കുന്നു. ഇതിനായി സാധിക്കാവുന്ന ഓരോ കുടുംബവും എൻ്റെ പുസ്തകം ഈ സംരംഭത്തിൽ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പുസ്തകം വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന അഡ്രസ്സിൽ ബന്ധപ്പെടുക. മിസ്സിസ് ഓമന വർഗീസ്, 25 ഹൗസ്, തെക്കേ അങ്ങാടി, സെൻറ്റ് ജോസഫ് യൂണിറ്റ്, നെല്ലിക്കുന്ന്, തൃശ്ശൂർ. മൊബൈൽ 98 46 429 535. ലാൻഡ് ഫോൺ 429 429 535 നിലവിലില്ല. മൊബൈൽ നമ്പറാണ് ഉള്ളൂ ഇപ്പോഴും. എന്തായാലും ഈ പുസ്തകം എൻ്റെ കയ്യിൽ 2 എണ്ണം ഒഴിച്ച് ബാക്കിയല്ല ഒന്നും വീട്ടിലില്ല. ഇതാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം. കാര്യപരിപാടി റവറൽ ഫാദർ ആൻ്റണി തെക്കിനിയത്ത് വികാരി, സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച്, ഇപ്പോൾ മരിച്ചു കൊറോണ സമയത്ത്. ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS IGP ഡയറക്ടർ കേരള പോലീസ് അക്കാദമി. റവറൽ ഡോക്ടർ ബെന്നി കിടങ്ങൻ വികാരി, സെൻറ്റ് മേരീസ് ചർച്ച് പേരകം. ശ്രീ CD കുര്യാക്കോസ് റിട്ടയേർഡ് ADM. ശ്രീ PA ലാസർ മാസ്റ്റർ, മുൻ സെക്രട്ടറി അതിരൂപത പാസ്റ്റർ കൗൺസിൽ. ശ്രീ കിരൺ C ലാസർ, കൗൺസിൽ തൃശ്ശൂർ കോർപ്പറേഷൻ. മിസ്സിസ് ഓമന വർഗീസ്, അഡ്വക്കേറ്റ് ജെയ്സൺ ചെമ്മണ്ണൂർ, കൺവീനർ പ്രോഗ്രാം കമ്മിറ്റി. ഇതൊന്ന് എൻ്റെ പ്രാർത്ഥന മുറിയിലുള്ള എൻ്റെ അമ്മ എനിക്ക് അമ്മയുടെ മരണശേഷം എനിക്ക് അമ്മയുടെ ഒരു പെട്ടി കിട്ടി, മരത്തിൻ്റെ. എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയുടെ പെട്ടി എൻ്റെ പ്രാർത്ഥന മുറിയിലുണ്ട്. അതിൽ ഇന്നലെ ഒരു കാര്യം നോക്കിയപ്പോൾ കിട്ടിയതാണ് ഈ പുസ്തക പ്രകാശനത്തിൻ്റെ ക്ഷണക്കത്ത്. തിരുഹൃദയ ഗീതം 14
14 ഭാഗം. ക്രിസ്തീയ ഭവനങ്ങൾ ഓരോന്നിലും പ്രത്യേക രീതിയിൽ വാഴുവാൻ ദാഹിക്കും. സത്യേക ദൈവത്തിൽ ഹൃത്താണ് ഞാൻ. മകളായ മാർഗരറ്റ് മേരിയോടി കാര്യം മനുഷ്യ മക്കൾക്കായി അറിയിച്ച ഞാൻ. അനുകൂലരാം പ്രതികരണങ്ങൾക്കതീത അനുദിനം ധരണിയെ നോക്കിയിടുന്നു. എന്നെ പ്രതിഷ്ഠിച്ച് സവിശേഷ പ്രാർത്ഥന എന്നും നടത്തും കുടുംബങ്ങളിൽ. അലിവോടെ അനുപമകനിവോടെ ഞാൻ എൻ്റെ അനുഗ്രഹധാര ചൊരിഞ്ഞിടുന്നു. ആ കുടുംബങ്ങളിൽ രാജാധിരാജനായി ആനന്ദപൂർവം ഞാൻ വാണിടുന്നു. ശാന്തിയും സ്നേഹവും സ്നേഹാർദ്ര ശൈലിയും കാന്തി ചിന്തുന്ന ഭവനങ്ങളാൽ ഭൂതലം നിറയുവാൻ മാമാക ഹൃദയത്തെ ഭൂരിമോദം നിങ്ങൾ വന്ദിക്കുവിൻ. രോഗികൾ വേദന സുസ്മേരവദനരായി ഭാഗ്യമരണത്തിൻ സമയം വരെ തപസിൻ്റെ വരമായി കരുതാനും അവസാനം നഭസിൽ പുറത്തെത്തി വാഴുവാനും മാമാക ഹൃദയത്തിലർപ്പിച്ച പ്രത്യാശ മൗലിക ശക്തിയായി തീർന്നിടുന്നു. ഈ സത്യമുൾക്കൊണ്ട് മാലിന്യമേശാതെ ഇഹലോക ജീവിതം പിന്നിടാനും പാരത്രികാനന്ദ വേദിയിൽ മാലാക മാരത്തു എന്നെ സ്തുതിക്കുവാനും. മാമാക മക്കളെ തയ്യാറെടുക്കുക, മറുലോകദാഹ പ്രബുദ്ധരായി സ്വർഗസ്ഥനായോരാ സ്നേഹപിതാവിൻ്റെ സ്വന്തം തലയനായി മേവിടും ഞാൻ. പാരിടം പരിചിൽ പണി ചെയ്ത ശക്തന് പരിപൂർണമായും സദൃശ്യനായാൻ. പാരിടം പരിതിൽ പണി ചെയ്ത ശക്തന് പരിപൂർണമായും സദൃശ്യനായോൻ. ആകാശഗോളത്തെ വെല്ലും വർണ്ണ്യമാം അതുല്യ പ്രകാശം ധരിച്ചിടുന്നോൻ. പ്രപഞ്ച സൃഷ്ടാവിൻ സത്തൈക ഭംഗൂര പ്രതിച്ഛായ വചനമാകുന്ന പുത്രൻ നിത്യപുരോഹിതനെ തുടർന്നീതാ സത്യസഭയ്ക്കുള്ളിൽ 4 ലക്ഷം വൈദികരഭിഷിക്ത കൈകളിൽ പ്രതിദിനം പേറുന്നു മാമാക തിരുശരീരം. എൻ തിരുരക്തത്തിൽ കാസാദൈനാദീനം മോന്തിക്കുടിക്കുന്ന ഭാഗ്യപൂർണർ. അവരുടെ കരയൂകം പുഷിയ ഞാൻ തന്നെ
അവരുടെ നാവിൻ്റെ തുമ്പിനെയും സദയം നനയ്ക്കുന്നൻ ചോരയാൽ നിർമ്മല വേദിയായി നിതരാം നില നിൽക്കുവാൻ നിത്യകന്യാത്വം സ്വതന്ത്രമായി നേർന്നവർ 10 ലക്ഷത്തോളം കന്യാസ്ത്രീകൾ ആയുസ്സും ആരോഗ്യമഖിലവും ധീരമായി ആഹൂതി ചെയ്യുന്നു സേവനാർത്ഥം. സമ്പൂർണമായി സമർപ്പിത ജീവിതം സന്യാസവൃത്തിയിൽ കണ്ടെത്തിയ സോദരർ നൽകുന്ന ശുശ്രൂഷയേറ്റവർ സാദരം തൂകുന്നു പൂപുഞ്ചിരി. ഈ മധുരസ്മിതമാനന്ദമേകുന്നു ഭൗമിക ജീവിത ക്ലേശങ്ങളിൽ. ഈ കൃതജ്ഞഭാവം പകരുന്നു പ്രകൃതിക്കതീതമാമനുഭൂതികൾ. ജനസേവനത്തിൻ്റെ നിത്യസമ്മാനമായി ജയ ജയ ശബ്ദം മുഴക്കി സാക്ഷാൽ ജെറുസലം നഗരിയിലോശാന പാടുവാൻ ജന്മാവകാശവും നേടിയിടുന്നു. എൻ ഹൃദയത്തിങ്കലതിരറ്റായാശ്രയം എന്നും സമർപ്പിച്ച സ്നേഹമക്കൾ പ്രത്യേക രീതിയിൽ ആനന്ദം കൊള്ളുന്നു മൃത്യുവാനെത്തുന്ന സന്ദർഭത്തിൽ. അയ്യോ, നല്ലൊരു ചിന്ത. പതിവായി ഗോൾഫ് കളിക്കുന്ന സുഹൃത്തുക്കളുണ്ടായിരുന്നു. പുരോഹിതനും ഡോക്ടറും ബിസിനസ്സുകാരനും ഭൂവുടമയും 4 സംഘത്തിലുമുണ്ട്. ഒരു ദിവസം അവർ കളിക്കാൻ മൈതാനത്ത് എത്തിയപ്പോൾ മറ്റൊരു സംഘം കളി തുടങ്ങിയിരുന്നു. വളരെ ഇഴഞ്ഞു നീങ്ങുന്ന കളിയായിരുന്നു അത്. കാത്തുനിന്നും എടുത്തവർ ഗോൾഫ് ക്ലബിലെ ജോലിക്കാരനോട് ചോദിച്ചു, ഇതെന്താണ് ഇത്രയും വേഗം കുറഞ്ഞ കളി? അയാൾ പറഞ്ഞു, ഇവർ കാഴ്ചയില്ലാത്തവരാണ്. ഫയർഫോഴ്സിലെയും പോലീസിലെയും സൈന്യത്തിലെയും ജോലിക്കിടെ കാഴ്ച നഷ്ടപ്പെട്ടതാണ്. 4 സംഘം നിശബ്ദരായി. എങ്കിലും പുരോഹിതൻ പറഞ്ഞു, ഞാൻ എൻ്റെ പ്രാർത്ഥനകളിൽ ഇവരെ ഓർക്കും. ഡോക്ടർ അവർക്കുള്ള ചികിത്സ ഏറ്റെടുത്തു. ബിസിനസ്സുകാരൻ പണം മുടക്കാനും തയ്യാറായി. ഭൂവുടമ പറഞ്ഞു, മറ്റുള്ളവർക്ക് ശല്യമാകാതെ ഇവർക്ക് രാത്രിയിൽ കളിച്ചുകൂടെ? സ്വന്തമായി നിർമ്മിക്കുന്ന അതിജീവന കഥകളിലൂടെയാണ് ഓരോരുത്തരുടെയും ജീവിതയാത്ര. കഥയറിയാതെ ആട്ടം കാണരുതെന്ന് മാത്രമല്ല, അവഹേളിക്കുകയും അരുത്. എല്ലാ ജീവിതങ്ങൾക്കും ആരും കാണാത്ത ചില പിന്നാമ്പുറങ്ങളുണ്ട്. ഏത് വെള്ളി വെളിച്ചത്തിൽ നിൽക്കുമ്പോഴും ഇരുളടഞ്ഞ അധ്യായങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. ഒരാളുടെ നിലവിലെ അവസ്ഥയ്ക്കനുസരിച്ച് മാത്രം മാർക്കിട്ടാൽ പലരും അവഗണനാർഹമായ മാർക്ക് മാത്രം ലഭിക്കുന്നവരായിരിക്കും. ആ അവസ്ഥയിൽ എത്തിച്ചേരാനുള്ള കാരണങ്ങളും അത്തരം അവസ്ഥകളിൽ നിന്നുള്ള
അത്തരം അവസ്ഥകളിൽ നിന്നുള്ള ആ അവസ്ഥയിൽ എത്തിച്ചേരാനുള്ള കാരണങ്ങളും അത്തരം അവസ്ഥകളിൽ നിന്നുള്ള തുടർ സാധ്യതകളും പരിശോധിച്ചാൽ പലരെയും നമ്മൾ എഴുന്നേറ്റ് നിന്ന് ആദരിക്കും. അർഹിക്കുന്ന ആദരം എല്ലാവർക്കും നൽകണം. സ്ഥാനമോ ശേഷിയോ നോക്കാതെ ഉപയോഗശേഷിയും പ്രതിഫല സാധ്യതയും ഉപയോഗശേഷിയും പ്രതിഫല സാധ്യതയും മാത്രം കണക്കിലെടുത്ത് നൽകുന്ന സ്നേഹാധാരം സ്വഭാവവൈശിഷ്ടമല്ല, കൗശലമാണ്. ആലംബഹീനരും മാറ്റി നിർത്തപ്പെടുന്നവരുമാണ് ആദരിക്കപ്പെടേണ്ടത്. പ്രശസ്തർക്കും ജനപ്രിയർക്കും നൽകുന്ന ബഹുമതികൾ അവർക്കുള്ള അംഗീകാരം മാത്രമല്ല, നൽകുന്നവർക്കുള്ള കാര്യലാഭം കൂടിയാണ്. ആരും ശ്രദ്ധിക്കാത്തവർക്ക് നൽകുന്ന അംഗീകാരങ്ങൾ സ്വീകരിക്കുന്നവർക്ക് പ്രചോദനമാണ്. നൽകുന്നവരുടെ സന്മനസ്സാണ്. ആർക്ക് എന്ത് നൽകുന്നു എന്നതാണ് ദാനശീലത്തിൻ്റെ അളവുകോൽ. എല്ലാമുള്ളവർക്ക് വീണ്ടും നൽകുന്നത് പെരുമയ്ക്ക് വേണ്ടിയാണ്. ഒന്നുമില്ലാത്തവർക്ക് നൽകുന്നത് ദീനാനുകമ്പയും. ഓരോരുത്തർക്കും വേണ്ടത് നൽകാൻ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല. എങ്കിലും ഉള്ളത് നൽകാൻ കഴിയും. പലരൊരുമിച്ചാൽ പരിഹരിക്കാൻ കഴിയാത്ത ഒരു പോരായ്മയുമില്ല. എല്ലാവരും ഒരുമിക്കുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കാനുള്ള മഹാമനസ്കതയെങ്കിലും ഉണ്ടാകണം. ഒഴിവായാലും അധിക്ഷേപിക്കരുത്. രണ്ട് അന്ധന്മാർ ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അവന്റെ സമീപം ചെന്നു. യേശു അവരോട് ചോദിച്ചു, എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഉവ്വ് കർത്താവേ എന്ന് അവർ മറുപടി പറഞ്ഞു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. അവരുടെ കണ്ണുകൾ തുറന്നു. എത്ര വളർന്നാലും ദൈവമേ, ഞാനെന്നും അങ്ങേക്കു പൈതൽ. എത്ര വളർന്നാലും ദൈവമേ, ഞാനെന്നും അങ്ങേക്കു പൈതൽ. കൂടെ നടക്കുന്നു പകലിൽ, Download ShareChat. നിറയെ കായ്ഫലം തന്ന് തണലേകി മുറ്റത്തു നിന്ന് നമുക്ക് പ്രിയപ്പെട്ടൊരു വലിയ മരത്തിൽ നിന്ന് കാറ്റിൽ പിടിച്ചു നിൽക്കാനാവാത്ത ഒരു ശിഖരം ഒടിഞ്ഞു വീണ് നമുക്കൊരു നഷ്ടം പറ്റിയാൽ ആ നിമിഷം മുതൽ നമുക്ക് ആ മരം ഒരു അപകടകാരിയാണ്. അതിനെ വെട്ടിമാറ്റണമെന്ന് ആ നിമിഷം മുതൽ ചിന്തിച്ചു തുടങ്ങും.
ഇന്നലെ വരെ അത് നൽകിയ തണലിൻ്റെ തണുപ്പും മധുരമുള്ള പഴങ്ങളുമൊക്കെ ആ നിമിഷം നമ്മൾ മറക്കും. നന്മകളെക്കാളേറെ തിന്മകളെ തിരയാനാണ് മനുഷ്യരുടെ കണ്ണുകൾക്ക് ഇഷ്ടം. മനോഹരമായ ചായം പൂശിയ ഒരു വീടിൻ്റെ ഭിത്തിയിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഇത്തിരി അഴുക്ക് പുരണ്ടിരുന്നാൽ നമ്മുടെ നോട്ടം ആദ്യം പതിക്കുന്നത് അവിടെ തന്നെയായിരിക്കും. അതുപോലെ തന്നെയാണ് മനുഷ്യർ മനുഷ്യരിലേക്ക് നോക്കുന്നതും. ഒരു മനുഷ്യൻ്റെ 100,000 നന്മകൾക്കപ്പുറം ആ മനുഷ്യന് ഒരു ചെറിയ പിഴവ് സംഭവിച്ചു പോയാൽ ആ പിഴവിലേക്കാവും മറ്റുള്ളവരുടെ ശ്രദ്ധ പതിയുന്നത്. ആ പിഴവിൻ്റെ പേരിൽ അവരെ അടയാളപ്പെടുത്താനാവും എല്ലാവരും ശ്രമിക്കും. ഉയർച്ചയിൽ കൈയടിക്കുന്നവർ വീഴ്ചയിൽ ആർത്തു വിളിക്കാനുള്ള തയ്യാറെടുപ്പോടെയാണ് നിൽക്കുന്നത്. 100 വട്ടം സഹായിച്ച കൈകൾ ഒരു വട്ടം നീട്ടാൻ മടിച്ചാൽ പിന്നെ അവരുടെ വീഴ്ചകളുടെ കണക്കെടുക്കാൻ തുടങ്ങും. താണ്ടിയെത്തിയ ദൂരത്തെയല്ല, അതിനിടയിൽ വീണുപോയ കുഴിയുടെ ആഴത്തെയാണ് മനുഷ്യർ അളക്കുന്നത്. അവരും മനുഷ്യരാണെന്നും അവർക്കും കാലിടറാമെന്നും ആരും ഓർക്കാറേയില്ല. ചാഞ്ഞ മരം മാത്രമല്ല നിലംപൊത്താറുള്ളൂ എന്ന് പ്രകൃതി നിയമമൊന്നുമില്ല. ഏത് മരവും എപ്പോൾ വേണമെങ്കിലും നിലംപൊത്തായേക്കാം. ഇന്നലെ വരെ കൈയടിച്ചവർ ഒരു പിഴവിൻ്റെ പേരിൽ ക്രൂശിലേറ്റുന്നുവെങ്കിൽ അവരിൽ നിന്നുള്ള നോട്ടം പിൻവലിച്ചേക്കണം. അവരുടെ ജൽപ്പനങ്ങൾക്ക് കാതോർക്കുകയരുമരുത്. നമുക്ക് നമ്മളെ വിശ്വാസമുണ്ടെങ്കിൽ വീണിടത്ത് നിന്ന് എഴുന്നേറ്റ് പഴയതിനേക്കാൾ കരുത്തോടെ മുന്നോട്ട് ഓടണം. ഒരിടത്തും വീഴാതെ ഓടി ജയിച്ചവരെക്കാൾ ചരിത്രം അടയാളപ്പെടുത്തിയിട്ടുള്ളത് വീണുപോയിട്ടും തളരാതെ ഓട്ടം പൂർത്തിയാക്കിയവരെയാണ്. ആ ഓട്ടം പൂർത്തിയാക്കുമ്പോൾ ആദ്യം കല്ലെറിഞ്ഞവരിലേക്ക് ഒരിക്കലും തിരിഞ്ഞു ചെല്ലരുത്. അവർ വീണ്ടും ആഗ്രഹിക്കുന്നത് അടുത്ത വീഴ്ച കാണാനാവും. അതിന് നമ്മൾ തന്നെ വഴിയൊരുക്കരുത്. 100 നന്മകൾക്കപ്പുറം പറ്റിപ്പോയൊരു പിഴവിൻ്റെ പേരിലാകും ലോകം നമ്മളെ അടയാളപ്പെടുത്തുന്നത്. കടപ്പാട്, ജയേഷ് മൈനാഗപ്പള്ളി. നല്ലൊരു സന്ദേശം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. പ്രാർത്ഥനയോടെ